ഹായ് ഹലോ സുഖമല്ലേ എല്ലാവർക്കും. ഇതെന്തപ്പം സൂര്യകാന്തി പൂവും പിടിച്ചിട്ടില്ലേ? അതെച്ചാൽ ഞാൻ കഴിഞ്ഞ ഷോർട്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ, പാലക്കാട് ഫ്ലവർ ഹൗസിന് പോയ എൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ പങ്കുവെച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു വെറുപ്പിക്കലാണെന്ന് വിചാരിച്ചുള്ളൂ. അതായത് ഇതെന്ന് പറയുമ്പോൾ ഇതെല്ലാം ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ഇതെല്ലാം വിൽപ്പനയ്ക്കുള്ളത് തന്നെയാണ്. അപ്പോൾ ഇവിടെ വെച്ചാൽ നിങ്ങൾക്ക് വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ് ഉണ്ട്. അതായത് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു സക്യുലൻസ് മുതൽ വാഴ വരെയുള്ള വലിപ്പമുള്ള ചെടികളുണ്ട്. ചില ചെടികളൊക്കെ ലൈക്ക് എന്താ പറയുക, നമ്മൾ കുറച്ച് ദൂരെ നിന്ന് നോക്കുമ്പോൾ ആർട്ടിഫിഷ്യൽ ആണെന്ന് പറഞ്ഞാൽ പോലും വിശ്വസിക്കില്ല. അത്രയ്ക്കും റിയൽ ആയിട്ടുള്ള ലുക്കാണ്. പിന്നെ വിലയുടെ കാര്യത്തിലാണെങ്കിലും വലിയൊന്നുമില്ല, ഒരു റീസണബിൾ റേറ്റ് തന്നെയാണ് ശരിക്കും. അപ്പം ചെടി പ്രേമികൾക്ക് ശരിക്കും വന്നാൽ കുറേ വാങ്ങിയിട്ട് പോകാൻ നടത്തും. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടമായ ഒരു ചെടി എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ, ഈ സൺഫ്ലവർ. കാരണം എന്താണെന്ന് അറിഞ്ഞില്ല, ഇത് അത്രയും റിയൽ ആയിട്ടുള്ളൊരു ലുക്കായിരുന്നു കാണാൻ. പിന്നെ എനിക്ക് സൺഫ്ലവർ ഭയങ്കര ഇഷ്ടമാണ്, അതൊരു കാരണമാണ്. പിന്നെ വെച്ചാൽ ഈയിടയ്ക്കായിട്ട് ഞാൻ റിയൽ ആയിട്ടുള്ള ചെടികൾ വാങ്ങിക്കൽ കുറവായിരിക്കും. ഞാനിപ്പം കൂടുതലും വാങ്ങിക്കുന്നത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ചെടികളാണ്. വേറൊന്നുമല്ല, നിങ്ങൾക്കറിയാലോ ഞാനൊരു ചെടി പ്രേമിയാണെന്നുള്ള കാര്യം. അപ്പോൾ എനിക്കിങ്ങനെ പൂവും ചെടിയും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇഷ്ടം കൊണ്ട് തന്നെ വാങ്ങി വീട്ടിൽ വെക്കുമ്പോൾ പല ചെടികളും കരിഞ്ഞുണങ്ങി പോകുന്നു. അപ്പോൾ അതെനിക്ക് വല്ലാത്തൊരു വിഷമമാണ്. നമ്മളെന്ന് നമ്മുടെ മക്കളെ കൊലക്കി കൊടുക്കുന്ന പോലെയല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പം കൂടുതലല്ല എനിക്ക് എൻ്റെ ഉള്ള പോലെ ഞാൻ വാങ്ങിക്കുന്നത് ഇപ്പം ആർട്ടിഫിഷ്യലാണ് കേട്ടോ. ഓക്കെ, ബൈ, താങ്ക് യു.